സന്തോഷവും ആഘോഷവും പരിപാടികളും നടക്കുമ്പോൾ ഈ ഇടവകയ്ക്ക് മുൻകാലങ്ങളിൽ ചെയ്തിരിക്കുന്ന സംഭാവനകളെയും അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്തിരിക്കുന്നവരെ ഓർക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ഇടവകയുടെ ഒരു ഉത്തരവാദിത്വം തന്നെയാണ്. അങ്ങനെ ഈ 50 വർഷത്തിൻ്റെ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു സംഗമം നമ്മൾക്ക് ആസൂത്രണം ചെയ്ത് നടത്തുമ്പോൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ഇന്ന് സമ്മേളിച്ചിരിക്കുന്ന എല്ലാവരുടെയും സംഭാവനകളെ ഒന്ന് മനസ്സിലേക്ക് കരുതുവാൻ തക്കവണ്ണമാണ്. നമുക്കെല്ലാവരുടെയും സംഭാവനകളെ ഇന്ന് ഇവിടെ നിന്ന് എടുത്തു പറയുവാനായിട്ട് സാധിക്കുന്നില്ലെങ്കിലും ഓരോ വ്യക്തികളെയും കാണുമ്പോൾ അതാത് കാലത്ത് അവർ ഈ ഇടവകയ്ക്ക് ചെയ്തിരിക്കുന്നത് ചെറുതും വലുതുമായിരിക്കുന്ന ഓരോ സംഭാവനകളെയും അങ്ങനെ ഈ ഇടവകയെ പടുത്തുയർത്തിയിരിക്കുന്നതിൻ്റെ ചരിത്രം നമ്മൾക്ക് ഇന്ന് മനസ്സിൽ ഒന്ന് ഭാവന ചെയ്യുവാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ലക്ഷ്യം. അങ്ങനെ നമ്മൾ ഒരുമിച്ച് വരുമ്പോൾ ഇടവകയിൽ ഉണ്ടായിരിക്കുന്ന സ്നേഹബന്ധം നാട്ടിൽ വരുമ്പോൾ നിലനിർത്തിക്കൊണ്ട് ഇതിനെ നമ്മൾക്ക് ഒരു കുടുംബമായിട്ട് തുടരുവാൻ തക്കവണ്ണം ഇടയാക്കട്ടെ എന്ന് ദൈവത്തിനടുക്കൽ പ്രത്യേകമായിട്ട് അപേക്ഷിക്കുകയാണ്. ഡൽഹി പരിസരങ്ങളിൽ വിട്ട് നാട്ടിൽ വരുമ്പോഴത്തേക്ക് നിങ്ങളെ മറന്നുപോയി എന്ന് കരുതരുത്. ഇന്നും നിങ്ങളെ ഓരോരുത്തരെയും പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഒരു ഇടവകയാണ് മോർ ഗ്രിഗോറിയോസ് ഇടവക ജനക്പുരി. അങ്ങനെ നമ്മളുടെ ഈ സ്നേഹബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ട് ഈ ഒരു വലിയ കുടുംബ ദൈവസന്നിധിയിൽ ഒരുമിച്ച് കൂടി നിന്ന് പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള ഒരു ചിത്രം നമ്മളുടെ ഏവരുടെയും മനസ്സിൽ ഉണ്ടായിരിക്കണം. ഇങ്ങനെയുള്ള ഒരു കൂടിവരവിൽ കൂടി നമ്മൾ ഉദ്ദേശിക്കുന്നത് സഭയുടെ വളർച്ചയും കൂടിയാണ്. ഇന്ന് ബഹുമാനപ്പെട്ട പത്രോസ് അച്ഛൻ സൂചിപ്പിക്കുകയുണ്ടായി, ഡൽഹിയിലുള്ള ഇടവകകളിൽ നമ്മളുടെ അംഗങ്ങൾ കുറഞ്ഞു വരികയും അങ്ങനെ ഇടവകകളുടേതായിട്ടുള്ള വലിപ്പം വളരെയധികം കുറഞ്ഞു വരുന്നതായിട്ടും നമ്മൾ അനുഭവപ്പെടുന്നു. അതിന് ഒരു തരത്തിൽ പറഞ്ഞാൽ നാട്ടിലെ ഇടവകകൾ അതിൻ്റെ രൂപം വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ചെറുപ്പക്കാർ തന്നെ നമ്മളുടെ ഇടവകളിൽ ഇല്ല, മുതിർന്നവർ മാത്രമായിട്ട് തീരുന്നതായിട്ടുള്ള രീതിയാണ്. അത് ഒരു പ്രയാസത്തിൻ്റെയല്ല, ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. അങ്ങനെ നമ്മളുടെ ഇവിടെ കൂടി വരുമ്പോൾ നമ്മൾക്ക് നേരിടുന്നതായിട്ടുള്ള വിഷയങ്ങൾ, നേരിടുന്നതായിട്ടുള്ള പ്രയാസങ്ങൾ നമ്മൾ ഇവിടെ ഒന്ന് ചർച്ച ചെയ്യുമ്പോൾ, ഒന്ന് കരുതുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ സഭ നേതൃത്വത്തിലേക്ക് ആ ഒരു വിവരം അറിയിച്ചുകൊണ്ട് സഭ വികസിപ്പിക്കുന്നതിനും വളരുന്നതിനും നമ്മളുടെ ഈ കൂടിവരവ് ഒന്ന് സഹായിക്കുന്നതാണ്. അതുകൊണ്ട് ഇന്ന് വന്ന് എല്ലാവരും ഹലോ പറഞ്ഞ് പിരിഞ്ഞു പോകുകയല്ല. ഈ കൂടിവരവിൻ്റേതായിട്ടുള്ള ഉദ്ദേശം എപ്രകാരം നിങ്ങൾ ജനക്പുരിയെ വളർത്തിയോ അപ്രകാരം തന്നെ ഇന്ന് നിങ്ങൾ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ സ്ഥിതി ചെയ്യുന്ന ഇടവകളിൽ ഈ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതായിട്ടുള്ള സജീവമായിട്ടുള്ള അംഗങ്ങൾ തന്നെയാണ് എന്ന് തെളിയിക്കുന്നതാണ്. അങ്ങനെ നമ്മളുടെ ഈ സംഭാവനകൾ ഡൽഹിയിൽ വെച്ച് ജനക്പുരിക്ക് നൽകുവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് തുടർന്നും ഈ മലങ്കര സഭയ്ക്ക് സംഭാവനകൾ ചെയ്യുന്നതായിട്ടുള്ള വ്യക്തികളായിട്ട് നിങ്ങൾ തുടരുന്നു എന്നും കൂടി ഒരു ചിത്രം സ്ഥാപിക്കുവാൻ വേണ്ടിയാണ്. സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര നന്മയും എത്ര അനുഗ്രഹപ്രദമായിരിക്കും എന്ന് സങ്കീർത്തനക്കാരൻ പറയുമ്പോഴത്തേക്ക് നമ്മളുടെ ഈ കൂടിവരവിൽ ദൈവം പ്രസാദിച്ച് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. ഇങ്ങനെ ഒരു സംഗമത്തെ ആസൂത്രണം ചെയ്ത് ഇതിനെ ക്രമീകരിച്ചിരിക്കുന്ന എല്ലാവരോടും പ്രത്യേകമായിട്ട് എൻ്റെ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തി അതിനെ ശ്ലാഘിക്കുകയും നമ്മളുടെ ഈ കൂടിവരവിനെ ഏറ്റവും അനുഗ്രഹപ്രദമായി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഈ അധ്യക്ഷ പ്രസംഗം ഉപസംഹരിക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.